കണ്ടിന്യൂ ചെയ്ത് പറയുവാൻ ദൈവം അടിയനെയും സഹായിക്കേണ്ടതിന്, അതുപോലെ ഇത് കേൾക്കുന്ന അനേകർക്ക് വിടുതലായി തീരുവാൻ, ആരെങ്കിലും ദൈവത്തെ അറിഞ്ഞിട്ടും ഭയത്തോടെ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇത് സത്യമാണോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന പലരും കാണും. അവർക്കൊക്കെയും ഈ സാക്ഷ്യം ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ബാക്കിയുള്ള സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 93 നവംബർ 26 ഞാനും എൻ്റെ ഹസ്ബൻഡും സ്നാനപ്പെടുവാനിടയായി. അതേ വർഷം ഒക്ടോബർ 8 ഞങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും 93 നവംബർ 26 ഒരേ സമയത്ത് ഞങ്ങൾ 2 കർത്തൃദാസന്മാരാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ സമയത്ത് ഞങ്ങൾക്ക് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ കുവൈറ്റിൽ വെച്ചാണ് സ്നാനപ്പെട്ടത്. ഞാൻ പറഞ്ഞിരുന്നു. പാസ്റ്റർ ജെറി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. ഇംഗ്ലീഷ് കോൺഗ്രിഗേഷനിലാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്ന അവസരത്തില് 93 അവസാനം സ്നാനപ്പെട്ടതിനൊക്കെ ശേഷമായിട്ട് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റ് യുദ്ധമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുവൈറ്റിൽ കടന്നു എന്ന് ദൈവത്തിന്റെ വചനമൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച് ഞങ്ങൾ രക്ഷയുടെ അവസ്ഥയിലൊക്കെ വന്നതിന് ശേഷം, ഞങ്ങൾ സ്നാനപ്പെട്ടതിന് ശേഷം ആ ഡിസംബറിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ കടന്നു വരുവാനിടയായി. അപ്പൊ അതിനു മുന്നേ 13 വർഷം ഞങ്ങൾ കുവൈറ്റിൽ ഉണ്ടായിരുന്നെങ്കിലും കാര്യമായിട്ട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ദാസൻ കടന്നു വരികയും ഞങ്ങൾക്ക് അല്പം സ്ഥലം വാങ്ങിക്കുവാനും, അപ്പൊ യുദ്ധസമയത്ത് ഈ നാട്ടിലുണ്ടായിരുന്ന കുവൈറ്റിൽ നിന്ന് വന്ന എല്ലാവരും വളരെ കഷ്ടത്തിലൂടെയൊക്കെ കടന്നുപോയി. എന്താന്ന് വെച്ചാല് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അവസരം, പലർക്കും പല തിക്തമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ലെങ്കിലും ഞങ്ങളും അല്പം ഫിനാൻഷ്യലി ഒക്കെ വളരെ ഭാരപ്പെട്ട സമയമായിരുന്നു. എന്തായാലും ഞങ്ങൾ സ്നാനപ്പെട്ടതിന് ശേഷം ആ ഡിസംബറിൽ തന്നെ, അതായത് 93 ഡിസംബറിൽ തന്നെ അടിയന്റെ ദാസൻ നാട്ടിൽ കടന്നു വന്ന് ഒരു വീടോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്താണ് ഞങ്ങൾ ദാസൻ കടന്നു വന്നത്. ആ സമയമൊക്കെ ഞാൻ കുവൈറ്റില് എനിക്കും അവധിയോടനുബന്ധിച്ച് അവധിയെടുത്ത് വീട്ടിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. തിരിച്ചു വരേണ്ട സമയമായിട്ടും ഒരു വീടോ സ്ഥലമോ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. എങ്കിലും അവസാന ദിവസങ്ങളായപ്പോൾ ഒരു 27 സെന്റ് സ്ഥലവും ഒരു വീടും വാങ്ങിക്കുവാൻ ദൈവം സഹായിച്ചു. വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തതേ ഉള്ളൂ, ഒരു ചെറിയ പൈസ. കാരണം അതിന് അന്ന് സമയത്ത് ഇത് 93 ഡിസംബർ, പക്ഷെ 94 ജാനുവരി ആയപ്പോഴാണ് ഇത് വാങ്ങിക്കാനിടയായത്. അഡ്വാൻസ് ചെറിയ തുക മാത്രം കൊടുത്തിട്ട് ദാസൻ കടന്നു വന്നു. ആ സമയത്ത് 8.5 ലക്ഷം രൂപ വേണമായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക 8.5 ഒന്നുമില്ലെന്ന്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു തുകയായിരുന്നു. എങ്ങനെ ഇത് കൊടുക്കും? 6 മാസത്തിനകം കരാർ എഴുതിക്കണം, എങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ദാസൻ കുവൈറ്റിൽ കടന്നു വന്നു. ഞങ്ങള് ഏകദേശം ഒരു 3 മാസം പോലും എടുത്തില്ല. അതിനു മുമ്പ് ഞങ്ങൾ ഈ ഭവനം ഞങ്ങളുടെ പേരിൽ എഴുതാനിടയായി. കർത്താവ് അതിനുള്ള വഴി തുറന്നു. ഞങ്ങൾക്ക് ഇപ്പൊ ചിന്തിച്ചു നോക്കുമ്പോൾ ഞങ്ങൾ ഓർക്കും അന്ന് അത് എങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷെ അന്ന് ഞങ്ങൾ ദൈവം തമ്പുരാൻ സകലവും മുന്നമേ സകലവും അറിയുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ, മറ്റാർക്കും അറിയില്ല. ഇന്ന് ഈ സ്ഥലത്തിന് കോടികളുടെ വിലയുണ്ട്. അന്ന് ഞങ്ങൾ വാങ്ങിച്ചപ്പോ നിസ്സാരമായ പൈസ കൊടുത്ത് ഇന്ന് ഈ സ്ഥലത്തിന് കോടികളുടെ വിലയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങള് തിരിച്ച് ദാസൻ കുവൈറ്റ് വന്നു, വീടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ എവിടെയെല്ലാം വചനം കേൾക്കാറുണ്ട് അവിടെയെല്ലാം ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് ഭയങ്കര തീഷ്ണതയായിരുന്നു. ഈ 4 കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ പോകും. അങ്ങനെ അവിടെ ഇവിടെ ഓടി നടന്ന് ഞങ്ങള് പിന്നെ എവിടെ വചനം ഉണ്ടോ അവിടെ എല്ലാം കൺവെൻഷനുകളോ എല്ലാം ഇങ്ങനെ കേൾക്കാനായി ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകും. അങ്ങനെ ഇരിക്കുമ്പോ 94 ഡിസംബറില് ഇവിടെ കാട്ടാക്കടയുള്ള ഒരു അജിത് കുമാറിന് CSI ബാക്ക്ഗ്രൗണ്ട്. അന്ന് നമുക്ക് ഇതൊന്നും അറിയത്തില്ല. CSI ആരാ, ഇതൊന്നിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ അറിവൊന്നുമില്ല. പക്ഷെ നല്ല വചന ശുശ്രൂഷയും
ആ കർത്തൃദാസൻ അവിടെ കുവൈറ്റിൽ വന്നിട്ട് അവിടെ ഒരു ബൈബിൾ ക്ലാസ് എടുത്തു, വെളിപ്പാട് പുസ്തകത്തിന്റെ. അത് 94 ഡിസംബറിൽ ഞങ്ങൾ ആ വെളിപ്പാട് പുസ്തകത്തിന്റെ ക്ലാസ് 21 ദിവസം അറ്റൻഡ് ചെയ്തു. ആ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങള്, എൻ്റെ മാതാപിതാക്കൾ അന്ന് ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നു, ഇവരൊക്കെ വാർദ്ധക്യത്തിലായിരിക്കുന്നു, ഇവരെങ്ങോട്ട് പോകുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് ഭയങ്കര ആത്മഭാരമായി. ഞങ്ങൾ എങ്ങനെയും ഞങ്ങൾക്ക് നാട്ടിൽ വരണം. നാട്ടിൽ വരാന് അന്നത്തെ കാലത്ത് ഇതുപോലെ ഫ്ലൈറ്റ്സ് ഒന്നുമില്ല. ഇപ്പൊ ഗൾഫ് രാജ്യത്ത് നിന്ന് ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. അന്ന് എയർ ഇന്ത്യ, കുവൈറ്റ് എയർവേസ് ഇങ്ങനെയുള്ള 2-3 ഫ്ലൈറ്റ് ഒക്കെ ഉള്ളു. അതും ഭയങ്കര റേറ്റാ. അന്നത്തെ കാലത്ത് 240 KD എന്നൊക്കെ, അതൊക്കെയാണ് അന്നത്തെ റേറ്റ്. ഇന്നിപ്പോ നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ 95 സ്കൂളൊക്കെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കുവൈറ്റില് സ്കൂൾ ഹോളിഡേയ്സ് ആണ്. അപ്പൊ ഞങ്ങൾ നാട്ടിൽ വരണം, ഞങ്ങൾക്ക് ഇവരോട് ഇതെല്ലാം പറയണം, സത്യദൈവം കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നൊക്കെ പറയണമെന്ന് ഓർത്ത്. അപ്പൊ ഞങ്ങൾക്കറിയില്ല ഈ സ്നാനപ്പെട്ട് ഞങ്ങളുടെ വിചാരം ഇവരോട് വന്ന് പറയുമ്പോഴത്തേക്കും ഇവരും അക്സെപ്റ്റ് ചെയ്യും. വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ഓടി വരുക. ഞങ്ങൾ വരാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റിന്റെ വലിയൊരു പ്രശ്നം വന്നു. കാരണം ഇത്രയും പേർക്ക് 4 മക്കളും അപ്പനും അമ്മയും ഉണ്ടല്ലോ, ടിക്കറ്റ്. അപ്പൊ ഞങ്ങൾ ഓർത്തു, കർത്താവെ എങ്ങനെ ഞങ്ങൾ വരും, എങ്ങനെ ഇത്രയും പൈസ ഞങ്ങൾക്ക് ടിക്കറ്റിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരിക്കുമ്പോ ഇന്ന് വരെയും കുവൈറ്റിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്, എയർ ഇന്ത്യ 2 മാസത്തെ ഗ്യാപ്പില്, അത് ഞങ്ങളുടെ ലീവ് തുടങ്ങുന്നതിന്റെ ഏതാണ്ട് 1 ദിവസം 2 ദിവസവും മുതല് അത് ഞങ്ങളുടെ ആ തീരുന്ന ഡേറ്റ് വരെയുള്ള ആ ഗ്യാപ്പില് 2 മാസത്തേക്ക് എയർ ടിക്കറ്റിന് ഒരു കിഴിവ് തന്നു. അതായത് ഹെഡ് ഓഫ് ദ ഫാമിലി ഫുൾ ടിക്കറ്റ്, ബാക്കിയുള്ളവർക്കെല്ലാം ഹാഫ് ടിക്കറ്റ്. അയ്യോ, ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം. അതും ഞങ്ങളുടെ ആ ലീവിന്റെ ആ സമയത്ത് തന്നെ. അങ്ങനെ ഞങ്ങള് ആ ലീവ് എടുത്ത് നാട്ടിൽ വന്നു. ഓടി നടന്ന് എല്ലാവരോടും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലൊരു പിന്നെ പ്രാർത്ഥനയൊക്കെ വെച്ചു. അന്നേരം എല്ലാവരും വീട്ടുകാരെയൊക്കെ വിളിച്ചു, എല്ലാവരും വരികയും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് എന്ത് മനസ്സിലായെന്നറിയാമോ, ഈ കൊല്ലത്ത് നിന്ന് ഒരു കർത്തൃദാസൻ കുവൈറ്റ് വന്ന് ഞങ്ങൾ പരിചയപ്പെട്ട പാസ്റ്റർ മോഹൻദാസ്, ആ കർത്തൃദാസൻ ഇവിടെ വരികയും എല്ലാവർക്കും വേണ്ടി അപ്പൊ എല്ലാവരുടെയും തലയിൽ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഇവര് എനിക്കറിയത്തില്ല എത്ര കണ്ട് ഇവർക്ക് മനസ്സിലായിന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ വർഷം ലീവൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരികെ കുവൈറ്റിന് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 95 ഞങ്ങള് ഇപ്പൊ എല്ലാരും ഞങ്ങളപ്പ ഇംഗ്ലീഷ് കോൺഗ്രിഗേഷനിലാണ് സ്നാനപ്പെട്ട, അവിടെ തന്നെയാ പ്രയറിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്, ആരാധനയ്ക്കൊക്കെ പോകുന്ന അവിടെ. ഞങ്ങൾക്ക് അറിയില്ല ഇതിന്റെ, അത് സെയിം നമ്മുടെ ഡോക്ടറിൻ തന്നെയാണ് അവരുടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ 95 കുവൈറ്റ് പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു ചർച്ചിൽ ഞങ്ങള് ബൈബിൾ ക്ലാസ്സിനായിട്ട് കടന്നുപോയി. ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിന് അടുത്തായിട്ട് ഒരു ഭവനത്തിലായി ബൈബിൾ ക്ലാസ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളോട് സുവിശേഷം പറഞ്ഞ ബാബു ശോഭനയാണ് ഞങ്ങളെ അവിടെ കൂട്ടിക്കൊണ്ട് പോയി. അവിടെ ബൈബിൾ ക്ലാസ്സിനായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തു. പിന്നീട് ഞങ്ങൾ കുറച്ച് മാസങ്ങൾ അവിടെ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഈ സഭയോട് ഞങ്ങൾ ചേർന്ന് നിന്ന്, അതൊരു സ്വതന്ത്ര സഭയായിരുന്നു അന്ന്. പിന്നീട് 2005 അത് IPCയോട് ചേരുവാനിടയായി. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ദൈവത്തെ ആരാധിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും 98 നാട്ടിൽ ലീവിന് വന്നു. ഞങ്ങളുടെ മുറ്റത്ത് ഒരു കൺവെൻഷൻ, ഞങ്ങൾ 3 ദിവസത്തേക്ക് ഒരു കൺവെൻഷനൊക്കെ അറേഞ്ച് ചെയ്ത് കുറെ പേരൊക്കെ പിന്നെ കൺവെൻഷന് കടന്നു വരികയും, കുറച്ചു പേരൊക്കെ അന്ന് പ്രസംഗിച്ച് പാസ്റ്റർ നിരണം സോമൻ, എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമോ എന്ന്, ആളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വളരെ വളരെ നല്ല വചന ശുശ്രൂഷ അന്ന് നടക്കുവാനിടയായി. കർത്തൃദാസന്റെ സാക്ഷ്യം പറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വെളിയിലൊക്കെ കുറെ പേര് കല്ലെറിയാനായിട്ട്, ഞങ്ങൾ ഈ താമസിക്കുന്ന ഏരിയയൊക്കെ കംപ്ലീറ്റ് RCയും ഹിന്ദുക്കളും ഉള്ളതാണ്. ഈ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അങ്ങനെ RCയും ഹിന്ദുക്കളുമാണ്. പിന്നെ ഇപ്പൊ കുറെ ദൈവമക്കളുണ്ട് കേട്ടോ, അന്ന് കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അപ്പൊ കല്ലെറിയാനായിട്ടൊക്കെ ആൾക്കാർ വെളിയിൽ കല്ലും ഒക്കെ ആയിട്ട് നിന്നു. പക്ഷെ ഈ പാസ്റ്റർ സോമന്റെ ടെസ്റ്റിമണി കർത്തൃദാസം ഓരോ ദിവസവും കുറച്ചാ പറഞ്ഞു. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, അങ്ങനെ കുറച്ച് സാക്ഷിയൊക്കെ പറഞ്ഞു.
അപ്പൊ ആ കല്ലെറിയാൻ വന്നവരൊക്കെ കല്ലൊക്കെ താഴെ ഇട്ടു. അവർക്കും ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അങ്ങനെ ആ കൺവെൻഷനൊക്കെ നടന്നു. വീണ്ടും ഞങ്ങള് തിരിച്ച് പിന്നെ കുവൈറ്റ് തിരിച്ചു പോയി. ആ സമയത്തൊക്കെ ഞങ്ങളും കുവൈറ്റില് വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ സൺഡേ സ്കൂള് അങ്ങനെയുള്ള കാര്യത്തിന് വെരി ആക്റ്റീവ്. അങ്ങനെ ഇരിക്കുന്ന പിന്നെ കുവൈറ്റിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൈവദാസൻ, ലോകപ്രസിദ്ധരായ ദൈവദാസന്മാർ എന്നും വിസിറ്റിംഗ് പാസ്റ്റേഴ്സാ. അപ്പൊ ഇവരിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വചനം പഠിക്കാനും വചനം കേൾക്കുവാനും കൺവെൻഷനും അതും ഒരുപാട് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ അത് ഞങ്ങൾക്ക് ആത്മീയമായി വളരാൻ ഞങ്ങൾക്ക് വളരെ സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലും വരും, ഞങ്ങളുടെ ഭവനത്തിൽ മിക്കവാറും മീറ്റിംഗ്, ബൈബിൾ ക്ലാസ് ഞങ്ങളുടെ വീട്ടില്. പിന്നെ ഒരുമാതിരിപ്പെട്ട മീറ്റിംഗ് അല്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ഭവനം ഈ ഹോളൊക്കെ ഇച്ചിരി വലുതാ. അപ്പൊ സ്പെഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോ ഞങ്ങളുടെ വീട്ടിലാ അങ്ങനെ അറേഞ്ച് ചെയ്യാറുള്ളത്. അങ്ങനെയൊക്കെ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ വീണ്ടും 98 അവധിക്ക് വന്നു. അവധിക്ക് വന്നപ്പോ ഞങ്ങള് ഈ ഗോൾഡൊക്കെ ഊരിയച്ചാ വന്നേ. അതിനു മുമ്പ് ഞങ്ങൾ ഗോൾഡൊക്കെ ഇട്ടിട്ടാ വന്നേ. ഞങ്ങൾ ഇംഗ്ലീഷ് കോൺഗ്രേഷൻ പോയപ്പോ അവിടെ അങ്ങനെയൊന്നും നിർബന്ധമില്ല. ഞങ്ങൾ ഈ കുവൈറ്റ് പെന്തക്കോസ്റ്റൽ അസംബ്ലി ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ കർത്തൃദാസൻ പാസ്റ്റർ അബ്രഹാം ജോർജ്, കുറ്റപ്പുഴ രാജാൻ എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ 98 ഞങ്ങൾ ലീവിന് വരുമ്പോ ഞങ്ങൾ ഈ ഗോൾഡ് എല്ലാം മാറ്റി വെച്ചാ ഞാൻ വന്നത്. എന്നോട് ആരും പറഞ്ഞതല്ല, എന്നോട് കർത്താവ് പറഞ്ഞിട്ടാ ഞാൻ ഗോൾഡ് മാറ്റിയത്. എന്നോട് ദൈവം ഒരു ദിവസം ഞാൻ ഇത് ഊരി വെച്ച് കുളിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു പ്രയറിന് പോകാനായിട്ട് ഒരുങ്ങുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇതിടുന്നത്? എനിക്കൊരു സ്വഭാവമുണ്ട്, ഇത് ഊരി വെച്ചിട്ട് കുളിക്കുമ്പോ ഊരി വെക്കുന്നത്. അന്ന് ഞാൻ ഇത് ഊരി വെച്ചിട്ട് സാരി ഉടുത്തോണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ സാരി ഇങ്ങനെ പിന്നു കുത്തിക്കൊണ്ടിരിക്കുമ്പോ കർത്താവ് എന്നോട് ചോദിച്ചു, നീ എന്തിനാ സ്വർണം ഇടണേന്ന്? നിന്നെ തന്നെ അണിയിക്കാനല്ലേ നീ ഇത് പിന്നെ ഇടുന്നത്. അപ്പൊ അവിടെ തന്നെ എന്റെ ഹസ്ബൻഡിൽ നിന്ന് മുടി ചെയ്യുന്നുണ്ട്. എന്നോട് പറഞ്ഞു ഇനി സ്വർണം ഇടണ്ടെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അങ്ങനെ അന്ന് ഈ സ്വർണം ഊരിയതാണ്. അതിനുശേഷം നാട്ടിൽ വന്നപ്പോ ഞങ്ങൾ ഒരു വീട്ടിലും കയറ്റുകയല്ല. പെന്തക്കോസ്തുകാർ ഞങ്ങളുടെ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞ്, എൻ്റെ വീട്ടിലാണെങ്കിൽ എത്ര സഹോദരങ്ങളാ എനിക്കുള്ളത്? 6 പേരുണ്ട്, ഞാൻ 7ാമത്തെയാ. ഒരു വീട്ടിലും കയറ്റില്ല, ഹസ്ബൻഡിന്റെ വീട്ടിലും കയറ്റുകയല്ല. ഒരിടത്ത് 75 ദിവസത്തെ ലീവിന് വന്നിട്ട് വീട്ടിലൊരു ടിവിയോ, ഞങ്ങൾക്ക് വാഹനമില്ല എവിടെയെങ്കിലും പോകാൻ. കുഞ്ഞുങ്ങളെ കണ്ട് 75 ദിവസം വീട്ടിലിരുന്ന് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. കാരണം ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനില്ല, ഒരു വീട്ടിലും ഞങ്ങളെ കയറ്റുകയല്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു, ഞങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ ആ ലീവും കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു ചെന്ന് കുവൈറ്റിൽ തിരിച്ചു ചെന്ന് അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഡ്യൂട്ടിയിലായിരിക്കുമ്പോ എൻ്റെ പിന്നെ ഡ്യൂട്ടിയിൽ രാവിലെ ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ഹോളിഡേ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും അന്നത്തെ ഒരു മോർണിംഗ് ഡ്യൂട്ടി, വെള്ളിയാഴ്ച ഫ്രൈഡേ അവിടുത്തെ ഹോളിഡേ, നമ്മുടെ സൺഡേ പോലെയാ. ഒരു പേഷ്യന്റ് വരികയാണ്. ആ പേഷ്യന്റ് ഞാൻ ചിലരെ കൃപയിലേക്ക് നടത്താൻ ഞങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിൽ ഒരു എക്സാമ്പിൾ മാത്രം ഞാൻ പറയുക. ഒരു പ്രേമ എന്ന് പറഞ്ഞ ഒരു സഹോദരി ആസിഡ് കുടിച്ചിട്ട് 7 മണിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി തുടങ്ങി. 7:30 ആയപ്പോഴത്തേക്കും അവിടെ കൊണ്ടുവന്നു. അവര് വൊമിറ്റ് ചെയ്യുക, ബ്ലഡ് എല്ലാം വൊമിറ്റ്, കണ്ടിന്യൂസ് വൊമിറ്റിങ്ങാ. അപ്പൊ പിള്ളേര് പറഞ്ഞു, അപ്പൊ ഞാൻ ലീഡറാ, എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കൂടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ നമുക്ക് രാവിലെ പണിയായി, ഒരു ആസിഡ് കുടിച്ചിട്ട് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ആക്ച്വലി പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് ഈ ഫ്രൈഡേ രാവിലെയൊക്കെ കുറച്ച് പേഷ്യൻസ് കുറവായിരിക്കും, കാരണം ഹോളിഡേ ആയതുകൊണ്ട് എല്ലാവരും ഉറക്കമായിരിക്കും. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഈ മെഡിസിൻ്റെ ഒക്കെ എക്സ്പയറി ചെക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഈ രോഗി വരുന്നത്. അപ്പൊ എനിക്ക് ആക്ച്വലി പറഞ്ഞ ചെറുതായിട്ട് ഇച്ചിരി ദേഷ്യം വന്നു. അയ്യോ, രാവിലെ പണി മുടങ്ങിയല്ലോ എന്നോർത്ത്. ഞാനപ്പൊ എന്നോട് പറഞ്ഞത് അമലയാണ്. അമല എന്ന് പറഞ്ഞൊരു കുട്ടി, അമലയോട് ഞാൻ പറഞ്ഞു, അമല വലിയ നീഡിലിട അമല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ പറയുകയും എന്നിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര പ്രചോദനം, എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. നീ അവളോട് എന്നെ പറ്റി പറയാൻ. അപ്പൊ ഞാന് ഈ പേഷ്യന്റിന്റെ അടുത്തേക്ക് ഞാൻ തന്നെ ചെന്ന്, ഞാൻ തന്നെ ക്യാനിലിട്ട് ബ്ലഡൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എടുത്തിട്ട് ഞാൻ
ഇവിടെ ഞാൻ പറഞ്ഞു, പ്രേമേ, നിന്നെ വിടുവിക്കാൻ ജീവനുള്ള ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനെ നിന്നെ വിടുവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനോട് നീ പ്രാർത്ഥിക്കുക, നിന്നെ കർത്താവിന് മാത്രമേ വിടുവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇവർ ഇന്ത്യൻ എംബസിയില് ആ ഇതിനകത്ത് കുറെ ഇന്ത്യൻ എംബസിയിൽ കുറെ ഓഫീസേഴ്സ് എല്ലാം ഒന്നിച്ച് വന്ന് പേടിച്ചു പോയി. ആസിഡ് കുടിച്ചിട്ട് വരുമ്പോ അവർക്കറിയാം ഇത് പോലീസ് കേസാണെന്ന്. അപ്പൊ എല്ലാരും വെളിയിലുണ്ട്. ഇവരങ്ങ് പേടിച്ചു പോയി. അങ്ങനെ ഈ പ്രേമയോട് ഞാൻ പറഞ്ഞു, പ്രേമേ, ഇത് നീ പ്രാർത്ഥിക്കുക, കർത്താവിന് മാത്രമേ നിന്നെ വിടുവിക്കാൻ കഴിയൂ. ഇവർ ഈ പട്ടന്മാര്, തമിഴ് പട്ടന്മാര്, ആ പ്രേമ അന്നേരം മുതൽ, കാരണം അതുപോലെ ഈ കുട്ടി വോമിറ്റിങ്ങാ. എന്നിട്ട് പ്രേമ പറയാൻ തുടങ്ങി. അത്രേ അറിയത്തുള്ളൂ, ആദ്യമായിട്ട് കേൾക്കുവാ യേശുവിനെ പറ്റി. പറയുക, യേശുവേ എന്നെ രക്ഷിക്കണേ, എന്നെ വിടുവിക്കണേ, എന്നെ രക്ഷിക്കണേ, ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂസ് പറയുക. എൻ്റെ ഇടയ്ക്കൂടെ വോമിറ്റിങ്ങും എല്ലാം ആയിട്ട് ഇങ്ങനെ കിടന്ന് പറയും. അപ്പൊ ഹസ്ബൻഡും സീതാറാം, ഒരു മോനും സതീശ്, ഇവര് പിന്നെ കുറെ ഓഫീസേഴ്സ് എല്ലാം വെളിയിലുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിച്ചു. ഈ സീതാറാമിനോടും പതുക്കെ ഒരു വാക്കൊക്കെ പറഞ്ഞു. അന്നേരം ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും അല്പസ്വല്പമായി പറഞ്ഞു, പ്രേമയോടും പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെ അഡ്മിറ്റ് ആക്കി. ഒത്തിരി വോമിറ്റ് ചെയ്ത് ബ്ലീഡിങ്, അവർക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിപ്പോയി. ഞങ്ങള് തണുത്ത പാലും എഗ് ഫ്ലിപ്പും ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇവർ വോമിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവരെ അഡ്മിറ്റ് ആക്കി. പോയ വഴിക്ക് വാർഡിലേക്ക് കൊണ്ടുപോയി അമല തന്നെയാ കൊണ്ടുപോയി. അമല എന്നോട് പറഞ്ഞു, സിസ്റ്റർ, അവര് വഴി മുഴുവൻ ഇത് തന്നെ പറയാൻ, യേശുവെ വിടുവിക്കണേ, യേശുവെ വിടുവിക്കണേ. ഏതായാലും അവരെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഇത് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് കൊണ്ടുപോയി. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ഈസോഫാഗസ്, ഈ അന്നനാളമെല്ലാം അങ്ങ് ദ്രവിച്ചെന്ന്. ഒരു ഗ്ലാസ് ആസിഡ് അവർ കുടിച്ചത്. അത് അവരുടെ പ്രാർത്ഥനയിൽ ഒരു കുറവ് വന്നെന്നുള്ള ഒരു മാനസിക ഒരു പ്രയാസം ഉണ്ടായിട്ട് ഇവരെടുത്ത് വെളുപ്പിനെ എടുത്ത് 5 മണിയോ അങ്ങാണ്ടായപ്പോ എടുത്ത് കുടിച്ചതാ. ഡോക്ടേഴ്സ് പറഞ്ഞില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, 2-3 ആഴ്ചത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു കൊണ്ടുവന്ന് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവര് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞു ഹസ്ബൻഡിനോട് ഞാൻ സുവിശേഷം പറഞ്ഞായിരുന്നു, എന്തായാലും കൊള്ളാം. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും എൻഡോസ്കോപ്പി ചെയ്യാൻ എടുത്തു. അവര് ഒരു മാതിരിയൊക്കെ ഒരു ക്ലിയർ ആയി. അവര് ജെല്ലി, കസ്റ്റേർഡൊക്കെ ആ സമയത്ത് കഴിക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് 3 ആഴ്ച പറഞ്ഞെടുത്ത് 3 ദിവസം ആയപ്പോഴത്തേക്ക് അവർക്ക് ഇതെല്ലാം കഴിക്കാറായി. പിന്നെ കുറച്ച് ദിവസം അവര് ഹോസ്പിറ്റലിൽ കിടന്ന് അവർ ക്ലിയർ ആയി. അവര് പിന്നെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ ഈ കുടുംബം ഞങ്ങളുടെ ചർച്ചിൽ ആരാധനയ്ക്കൊക്കെ വരുവാനിടയായി. അവർ പിന്നീട് അവിടെ 3 വർഷത്തേക്ക് ഈ എന്താ പറയുക, ഇന്ത്യൻ എംബസിയിൽ ഇവര് ഡിപ്ലോമാറ്റ്സ് ഓഫീസേഴ്സ്. അപ്പൊ അവർക്ക് 3 വർഷം കഴിയുമ്പോ ട്രാൻസ്ഫറാ. അപ്പൊ ഇവർ ഈ കുടുംബം പോയി. പക്ഷെ ഞങ്ങളെ വിളിക്കുമായിരുന്നു. അവരവിടെ നിന്ന് ഡൽഹിക്കാ പോയത്. അവിടെ വെച്ച് അവർ സ്നാനപ്പെട്ടു. അങ്ങനെ അവര് ദൈവകൃപയിൽ നിൽക്കുന്നു. ഇപ്പൊ കുറച്ചു നാളായി കോണ്ടാക്ട് ഇല്ല. എന്നാലും അവരുടെ മോനും അവരെല്ലാവരും സ്നാനപ്പെട്ടു. മോന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവര് മുഖാന്തരം ചില കുടുംബങ്ങളും കൂടെ ദൈവത്തെ അറിയുവാനിടയായിന്ന് പിന്നീട് ഞങ്ങൾക്ക് അറിയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് കുവൈറ്റിൽ പിന്നെയും ഒരുപാട് പേരെ കൃപയിലേക്ക് നടത്താൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്തൃദാസൻ പാസ്റ്റർ അബ്രഹാം ജോർജ് ഞങ്ങളെ എവിടെ സുവിശേഷം പറയാൻ പോണെന്ന് പറഞ്ഞാലും ഞങ്ങളെയും കൊണ്ട് പോകും. ഏത് ഭവനത്തിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടുമെന്ന് അത്രയും പറയാൻ അറിയില്ല. കർത്തൃദാസൻ ഞങ്ങളെയും കൊണ്ട് പോകും. അവിടെ പോയി കർത്തൃദാസൻ വചനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചില കുടുംബങ്ങളെ കൂടെ സഭയിലേക്ക് കടന്നു വരുവാനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. കർത്താവ് വളരെ ഞങ്ങളെ അതിനായി ഒക്കെ സഹായിച്ചു. പിന്നെ 2005 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ചർച്ച് IPCയോട് ചേർന്ന് അവിടുത്തെ പിന്നെ റീജിയനോട് ചേരുവാൻ 5-8 ചർച്ചസ് ഉണ്ട്. ആ റീജിയനോട് ചേരുവാൻ ഇടയായി ഞങ്ങളുടെ ചർച്ച്. അപ്പൊ ഞങ്ങൾ ചർച്ചില് സഹോദരിമാരുടെ സെക്രട്ടറിയായും റീജിയനില് ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇരുപ്പാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ സന്തോഷത്തോടെ അവിടെ ആയിരുന്നു. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എൻ്റെ സഹോദരി കുവൈറ്റിലുണ്ടായിരുന്നു 2 പേര്. ഒരു സഹോദരി ചോദിച്ചു, ചേച്ചി എന്തറിഞ്ഞിട്ടാ കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്ന്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയാണ്, എൻ്റെ മൂത്ത മകൾ ഡാലസിലുണ്ട്. അവള് ഫിസിയോതെറപ്പി MPT കഴിഞ്ഞിട്ട് അവളുടെ വിവാഹം നടക്കുവാനിടയായി.
പിന്നെ ഇപ്പൊ കുടുംബസമേതം 2 കുഞ്ഞുങ്ങളും ഉണ്ട്. മോൻ അവിടെ പഠിച്ചതാണ്. ആ മോനും ആലപ്പുഴ ജില്ലയിൽ നിന്ന് പിന്നെ ഏകനായി വിശ്വാസത്തിൽ വന്ന ഒരു പൈതലിനെ ഞങ്ങൾക്ക് കർത്താവ് ഞങ്ങളുടെ മൂത്ത മകൾക്ക് വേണ്ടി ഒരുക്കി. അവളവിടെ ഫിസിയോതെറപ്പി ഉന്നത വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. മോൾ അവിടെ അവിടെ കുടുംബമായിട്ട് അവരായിരിക്കും ഡാലസിൽ അവര്. അങ്ങനെ അത് മൂത്ത മകൾ. രണ്ടാമത്തെ മകളുടെ വിവാഹം ഒരു ഇവിടെ ഇവിടെ നാട്ടിലുണ്ട്. അവള് കുവൈറ്റിൽ ആക്ച്വലി ജോലിയായിരുന്നു. അത് വിട്ടിട്ട് വിവാഹം കഴിഞ്ഞ് ഇപ്പൊ നാട്ടിലുണ്ട്. 2 കുഞ്ഞുങ്ങളായിരിക്കുന്നു. അമേരിക്കയിലുള്ള മോൾക്ക് 2 കുഞ്ഞു. മൂന്നാമത്തെ മോള് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു കർത്തൃദാസനെയാണ്. ഇപ്പോൾ അവര് ബാംഗ്ലൂരിലായിരുന്നു. ഇൻ ടച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു. 11 വർഷം അവിടെ ആയിരുന്നു. അതിനുശേഷം അവർ നാഗാലാൻഡിൽ കുറച്ചു നാളേക്ക് സുവിശേഷ വേലയോടനുബന്ധിച്ച് പോയി. ഇപ്പോൾ ആ മോൻ ഇവിടെ കാനഡയ്ക്ക് കടന്നുപോയി. കാനഡയിൽ ഒരു ചർച്ചിന്റെ പാസ്റ്റർ ആയിട്ട് അവിടെ ആയിരിക്കുന്നു. വിൻസർ അസംബ്ലി അങ്ങനെ ഒരു ചർച്ചിലെ കർത്തൃദാസനായിട്ട് കടന്നു പോയിരിക്കുന്നു. മോളും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അവരിവിടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ മോന് പിന്നെ കുവൈറ്റില് കുടുംബമായിട്ടുണ്ട്. 4 കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ആയിരിക്കുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ വളരെ ഞാൻ കുവൈറ്റില് ആയിരിക്കുമ്പോൾ സുവിശേഷം പറയാത്ത, എനിക്ക് തോന്നുന്നു ഞാൻ ഈ ജോലി ചെയ്ത ഹോസ്പിറ്റലൊക്കെ ഒത്തിരി പേരോട് ആരെ കണ്ടാലും ഞാൻ പറയും, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭാഷ അറിയാൻ വയ്യാത്ത ഈ എന്താ പറയുന്ന ഇംഗ്ലീഷിന്റെ ചെറുതായിട്ട് അറിയാം, അവരുടെ ഭാഷ അങ്ങനെ അറിയാവുന്ന പോർട്ടേഴ്സിനോട് വരെ സുവിശേഷം പറഞ്ഞ് ശ്രീലങ്കൻ ആൾക്കാര്, പിന്നെ ബംഗാളികള്, ഇവരോടൊക്കെ ഞാൻ ഈ ഇത് പറയും. അപ്പൊ ഈ ഹോസ്പിറ്റലുള്ള ചിലർ പറഞ്ഞു, സിസ്റ്റർ ശാന്താജി ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഞങ്ങൾ കേട്ടിട്ടില്ലോ എന്ന് പറഞ്ഞു. അവർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. അതുപോലെ നാട്ടിലാണെങ്കിലും നാട്ടിൽ കടന്നു വന്നിട്ട് ഞങ്ങളിപ്പം നാട്ടിൽ സെറ്റിലായി. അവിടെ നാട്ടിൽ ഞങ്ങൾ കുവൈറ്റിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിലാണ് അനേക കർത്തൃദാസന്മാര് വീട്ടിൽ വന്ന് താമസിക്കാനിടയായിട്ടുണ്ട്. 2 മാസം, ചിലരൊക്കെ 5 പ്രാവശ്യം ഈ 2 മാസം വരെ താമസിച്ചവരുണ്ട്. അവരെയൊക്കെ സെർവ് ചെയ്യാൻ, ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങളെ ദൈവം ബലപ്പെടുത്തി. എത്ര പേരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര കണ്ട ആൾക്കാർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിക്കാനും അവരുടെ ശുശ്രൂഷ ഞങ്ങൾ അനുഭവിക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ഇവരെല്ലാം ഞങ്ങൾ ഇത്രത്തോളം അവരെയൊക്കെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വന്ന്. ഒരു കർത്തൃദാസന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞ ഇത് ദൈവത്തിന് ചെയ്യുക നമ്മൾ എന്ന രീതിയിൽ ഞങ്ങൾ ഒരു കർത്തൃദാസനെ മാനിക്കുന്നത്. അങ്ങനെ അനേക കർത്തൃദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുകയും അവരെ ശുശ്രൂഷിക്കാനൊക്കെ കർത്താവ് അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. ഞങ്ങൾ അതിനുശേഷം 2019 കുവൈറ്റിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ കടന്നു വന്ന് ഞങ്ങൾ ഇരിങ്ങാലക്കുടയിൽ താമസിക്കുമ്പോൾ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. 2019 നവംബറിലാണ് ഞാൻ ആദ്യം ആ സർജറി ചെയ്യുന്നത്. എനിക്ക് പ്രൊലാപ്സ് യൂട്രസ് ആയിരുന്നു. അതിന് ഹിസ്റ്ററക്ടമി ചെയ്തു, യൂട്രസ് റിമൂവ് ചെയ്ത ഓപ്പറേഷൻ ചെയ്തു. സോറി, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് എനിക്ക് അതിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മലയാളം കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെഡിക്കൽ വേർഡ്സ് പറയുന്നത്. ആർക്കെങ്കിലും മനസ്സിലാകുന്നതിനോട് ക്ഷമിക്കണേ. അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബയോപ്സിക്ക് അയച്ചപ്പോൾ എനിക്ക് ക്യാൻസർ യൂട്രസിന്റെ ഒരു ഭാഗം എൻഡോമേട്രിയത്തിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിയുവാനിടയായി. അപ്പൊ ഈ ഡോക്ടർ എനിക്ക് ലെറ്റർ തന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ തൃശ്ശൂർ അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പോകണം, അല്ലെങ്കിൽ RCC പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കർത്തൃദാസൻ ഇടപെട്ട് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഇരിങ്ങാലക്കുടയിൽ ചർച്ച് ഓഫ് ഗോഡിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്നത്. അവിടെയാണ് ഞങ്ങൾ ആദ്യം മുതലേ ഈ അവധിക്കൊക്കെ വരുമ്പോൾ മുതൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഞങ്ങളുടെ കർത്തൃദാസൻ പാസ്റ്റർ ജോൺ ജോസഫ്
നല്ലൊരു ചർച്ചാണ്. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ്. അവിടെ ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നു. അവിടെ തന്നെ, അതാണ് ഞങ്ങളുടെ ചർച്ച്. നല്ലൊരു ചർച്ചാണ്. കർത്തൃദാസൻ 23 വർഷം കഴിഞ്ഞ് അവിടെ വന്നിട്ട്, കർത്തൃദാസൻ വന്നതിന് ശേഷമാണ് ഒരു ചർച്ചൊക്കെ അവിടെ ഉണ്ടായത്. അതിനു മുമ്പ് ഒരു ഭവനത്തിലായിരുന്നു കൂടി വന്നുകൊണ്ടിരുന്നത്. എനിവേ ഇപ്പൊ ഒരു നല്ല ചർച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആയിരിക്കുന്നു. അപ്പൊ ഈ കർത്തൃദാസൻ ഇടപെട്ട് എന്നെ ഈ ഡോക്ടർ ഗംഗാധരൻ ലേക്ക് ഷോറിൽ എറണാകുളത്തുള്ള കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ വീണ്ടും സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ് ഡേറ്റ് നിങ്ങൾ തീരുമാനിച്ചിട്ട് മടങ്ങി വരാൻ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ വീട്ടിലോട്ട് അയച്ചു. അങ്ങനെ ഇരിക്കുമ്പോ വേറെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു കർത്തൃദാസൻ പാസ്റ്റർ സുരേഷിന്റെ വൈഫ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറുണ്ട്, ഡോക്ടർ വിനോദ്, ഗാസ്ട്രോ എൻട്രോളജി സർജിക്കൽ സർജന്. പിന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ ദീപ അവിടെ ഓൺകോളജി ഗൈനിക്കോളജിസ്റ്റാ, നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി. അപ്പൊ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നല്ല ദൂരമാണ്, 4 hours ഡ്രൈവ് ഉണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും അവിടെ പോയി. ജാനുവരിയിൽ 2020 ജാനുവരിയിൽ എൻ്റെ ഓപ്പറേഷൻ നടക്കും അവിടെ. ഓപ്പറേഷൻ നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ, ഒരാഴ്ച മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സിൽ തന്നെ ഒരു ഫ്ലാറ്റ് ഒക്കെ കിട്ടി. അത് അവിടുത്തെ ഡയറക്ടർ നമ്മൾക്ക് ഇച്ചിരി ഒരു പരിചയം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ ഇത്രയും ദൂരെ നിന്ന് ചെന്നായതുകൊണ്ട് ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ട് ജാനുവരി ലാസ്റ്റ് 26-ാം തീയതി അഡ്മിറ്റായി. 27-ാം തീയതി എൻ്റെ സർജറി പിന്നെ ചെയ്യുകയാണ്. ടോട്ടൽ ഹിസ്റ്ററക്ടമി ചെയ്യാം. അതായത് ഫലോപ്പിയൻ ട്യൂബ്, ഓവറി ഒക്കെ എടുത്ത് കുറച്ച് ലിംഫ് നോട്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കളയണം എന്ന് പറഞ്ഞാൽ അതൊക്കെ എടുത്ത് കളയാനായിട്ട് വീണ്ടും ഇവരെന്നെ ലാപ്രോസ്കോപ്പിക് ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ ഞാൻ അതിന് മുന്നേ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഓപ്പൺ ചെയ്ത് ലപ്രോട്ടമി ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ഡോക്ടേഴ്സ് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, ലാപ്രോസ്കോപ്പി മതി എന്ന് പറഞ്ഞ് ഇവരെന്നെ ലാപ്രോസ്കോപ്പി ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്നപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് വയറ് വല്ലാണ്ട് ഇങ്ങനെ വീർത്തിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ഒക്കെ. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു, എന്തോ ഒരു ഭയങ്കര ഡിസ്കംഫർട്ട്. നിങ്ങൾ എന്നെ ഞാൻ പറയാ യു ഓപ്പൺ മീ അപ്പ്, സംതിങ് ഈസ് റോങ്. ഞാൻ പറയാ എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ എന്നെ വീണ്ടും ഓപ്പൺ ചെയ്യുക എന്നാലേ അറിയത്തുള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇല്ല അത് ഗ്യാസ് ഇവര് അടിച്ചു കയറ്റും ഈ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ, അതിൻ്റെതാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ 4-ാമത്തെ ദിവസം, അതായത് 31-ന് എൻ്റെ മോള്, അപ്പൊ ഈ കർത്തൃദാസനാന്ന് പറഞ്ഞില്ലേ 3-ാമത്തെ മോളെ വിവാഹം കഴിച്ച അവര് ബാംഗ്ലൂരില്. അപ്പൊ 2-ാമത്തെ മോള് ആ സമയം, മൂത്ത മോള് അമേരിക്കയില്, 2-ാമത്തെ മോള് കുവൈറ്റില് ജോലിയോടനുബന്ധിച്ച്, 3-ാമത്തെ മോനും കുവൈറ്റിലായിരുന്നു. 3-ാമത്തെ മോളും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉള്ളത്. ഈ മോൾ എന്നെ പിടിച്ചോണ്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോയി. ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ലാപ്രോസ്കോപ്പി ചെയ്ത് ആ ഹോളിൽ നിന്ന് ഈ മോഷൻ പാസ് ചെയ്തു. ഞാൻ കാണുന്നില്ല. മോൾ എന്നോട് പറഞ്ഞു, അയ്യോ മമ്മി ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു മോള് പോയി. അപ്പൊ വെളിയിൽ ഹസ്ബൻഡ് നിൽക്കുന്നുണ്ട്. പിന്നെ ഓടിപ്പോയി, ഹസ്ബൻഡ് പോയി. അപ്പൊ ആ സമയത്ത് ഡോക്ടർ റൗണ്ടിന് വന്നിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ, പോയില്ല, കൗണ്ടറിൽ നിൽക്കുമായിരുന്നു. ഓടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് സംഗതി സീരിയസ് ആണെന്ന്. പെട്ടെന്ന് തന്നെ എന്നെ അടുത്ത ഓപ്പറേഷൻ എടുക്കുക, അതായത് ലാപ്രോട്ടമി ഫുൾ ഓപ്പൺ ചെയ്യാനായിട്ട് അവര് എടുത്തു. പെട്ടെന്ന് എടുത്തപ്പോ എന്റെ വിചാരം എന്നാന്നറിയാം, തീർന്നു, ഇതോടുകൂടി തീർന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൈ പിടിച്ച് ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചിട്ടാ പൂജ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ദേഷ്യപ്പെടുവോ പറയുകയോ ഒക്കെ ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വിചാരം ഇതോടുകൂടി ഞാൻ തീർന്നെന്നാ. അങ്ങനെ ഹസ്ബൻഡിനോട് വരെ ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഓപ്പറേഷന് പോയി. ഓപ്പറേഷൻ കഴിഞ്ഞ് അവരെന്നെ നേരെ കൊണ്ടുപോയത് ICUയിലേക്കാണ്. സംഭവിച്ചത് എന്നാന്ന് വെച്ചാൽ എൻ്റെ കോളൻ പെർഫറേറ്റഡ് ആയി, കോളന് ഒരു ഹോള് വീണു.
അത് ഇവര് എന്റെ ഇൻറ്റസ്റ്റൈൻ എല്ലാം കൂടെ ഭയങ്കരമായിട്ട് ഒട്ടിക്കിടന്നെന്ന് പറഞ്ഞു. അവരത് സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഫോഴ്സെപ്സ് കൊണ്ടതായിരിക്കാം. അതങ്ങനെ സംഭവിക്കാം. ഞാനും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ജോലി ചെയ്തിട്ടില്ല, എനിക്കറിയാം. അങ്ങനെ ആയിരിക്കാം, ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം. എന്തായാലും കൊള്ളാം, ഇതിന് ഹോള് വീണത് ഇവരും അറിഞ്ഞില്ല. അപ്പൊ തക്ക സമയത്ത് ദൈവം എന്നെ സ്നേഹിക്കുന്നുകൊണ്ട് തക്ക സമയത്ത് ഇത് അറിയുവാനിടയാ. അല്ലെങ്കിൽ ഞാൻ വിതിൻ നോ ടൈം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരു കാര്യമാണ് അത്. എന്തായാലും എന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിയേറ്ററിൽ കൊണ്ടുപോയി, ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ICUയിൽ കിടക്കുന്ന സമയങ്ങളിലൊക്കെ എന്താ പറയാന്ന് വെച്ചാൽ, എവിടെ എല്ലാം ട്യൂബുണ്ട്. മൂക്കില് ഒരു ട്യൂബ്, പിന്നെ ആണെങ്കിൽ ഹാർട്ടിലോട്ട് ഒരു ഇതിട്ടിരിക്കുക, IV ഫ്ലൂയിഡ് ഒക്കെ തരാനായിട്ടുള്ള. അതായത് കയ്യിലെങ്ങും വെയിനില്ല, അതുപോലെ കുത്തി സെൻട്രൽ ലൈൻ എന്ന് പറയും, അതിട്ടിരിക്കുക. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത സൈറ്റിൽ നിന്ന് 2 ഡ്രെയിൻ, അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഡ്രെയിന്. പിന്നെ യൂറിനറി മോണിറ്റർ, ഇങ്ങനെ എൻ്റെ ദേഹം മുഴുവൻ ട്യൂബും ഒക്കെ ആയിട്ട് ഞാൻ ICU കിടക്കുക. പിന്നെ CPAP, ഓക്സിജൻ ഒരല്പ സമയത്തേക്ക് മാറ്റിട്ട് എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടല്. ഓക്സിജൻ CPAP വെച്ചിരിക്കുക, അത് എക്സ്റ്റേണൽ വെന്റിലേറ്റർ എന്ന് പറയും. അതും വെച്ചിട്ട് ഞാൻ ICUയിൽ ഇങ്ങനെ കിടക്കുക. എനിക്ക് അന്നാ ബോധമുണ്ട്, ബോധമില്ല, അങ്ങനെ ഡിലീറിയസ് സ്റ്റേജ് നമുക്ക് പറയാം. അങ്ങനെ ഒരു സ്റ്റേജിൽ ഞാൻ കിടക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹാർട്ട് സ്പീഡിൽ അടിക്കുന്ന പോലെ, ഭയങ്കരമായിട്ട് സ്പീഡിൽ അടിക്കുന്ന പോലെ തോന്നി. അപ്പൊ ഈ സിസ്റ്റേഴ്സ് എപ്പോഴും കൂടെ ഉണ്ട്. അവര് നോക്കുമ്പോ എൻ്റെ പൾസ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. എനിക്ക് കാണാം, ഇവർക്ക് അറിയാം ഞാൻ നേഴ്സാണെന്ന്. അതുകൊണ്ട് ഇവര് ഡോക്ടേഴ്സും ഇവരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും മാറി നിന്ന് സംസാരിക്കും. പക്ഷെ എനിക്ക് ഇച്ചിരിയൊക്കെ കേൾക്കാം. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴും പൾസ് റേറ്റ് 232. എനിക്ക് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. അത് കഴിഞ്ഞ് ഇവർ എനിക്ക് അതിനൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷനൊക്കെ ഒന്ന് തന്നു, ഒരു മാറ്റമില്ല. രണ്ടുമൊന്നും മാറ്റമില്ല. മൂന്നാമത് വീണ്ടും ഒന്നുകൂടെ തന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവര് ഷോക്ക് തരുക, ചെറിയതായിട്ട് കുറച്ച് ഇങ്ങനെ ജുവൽസ് എന്ന് പറയും, ആ ഷോക്ക് തരുക. അതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്. പക്ഷെ അത് തരേണ്ടി വന്നില്ല. മൂന്നാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതങ്ങ് മാറി. അങ്ങനെ ICU കിടക്കുക. അപ്പൊ ദേഹം മുഴുവൻ നീരായി, കാലും കയ്യും ഒന്നും പിന്നെ ഒന്നും നമുക്ക് അറിയത്തില്ലാത്ത മാതിരി അങ്ങ് എന്താ പറയണ്ട, ഭയങ്കരമായിട്ട് കാലും കയ്യും ഒക്കെ നീര് വെച്ച് മുഖം എല്ലാം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് പോലെ. എൻ്റെ വൈറ്റൽ സൈൻസ് എല്ലാം അപ്സൈഡ് ഡൗൺ ആയി. സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്താ പറയണ, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളായി. യൂറിൻ ഇല്ലാന്നത്തെ ഒരു അവസ്ഥ വരെ വന്നു. ഇത് ഞാൻ കേൾക്കാൻ മാറി ഇന്ന്, എനിക്കൊന്നും അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഇവര് പറയുമ്പോ കുറച്ചൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവരിന് യൂറിൻ പാസ് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ ലാസിക്സ്, അതൊക്കെ എനിക്ക് തന്നു. പിന്നീട് കുറച്ചൊക്കെ ഇങ്ങനെ യൂറിനൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോടൊപ്പം ICUയിലൊക്കെ എൻ്റെ ഹസ്ബൻഡും മോളും വെളിയില്, പിന്നെ മോടെ ഹസ്ബൻഡും ഉണ്ട്, ഈ പാസ്റ്റ എന്ന് പറഞ്ഞ കർത്തൃദാസനും ഉണ്ട്. അവരിങ്ങനെ കൊച്ചു കുഞ്ഞ് 3 വയസ്സായ കുഞ്ഞിനെ കണ്ടായി മോള് വന്നിരിക്കുന്നത്. അങ്ങനെ അവര് അവിടെ വെളിയിലെല്ലാവരും ഈ ICUയുടെ അവിടെ ഉണ്ട്. എന്നാലും ICUവിന്റെ പുറത്ത് ഇവര് എപ്പോഴാ എന്താ ചോദിക്കുന്നതെന്ന് അറിയില്ലാത്ത തന്നെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്ത ദിവസങ്ങളായി, 5-8 ദിവസങ്ങളായി. അങ്ങനെ ഇരിക്കുമ്പോ ഇവര് ഈ സിസ്റ്റേഴ്സ് തന്നെ ഈ ബ്ലഡ് ഗ്യാസ് ചെയ്യാൻ, ABG ചെയ്യാനായിട്ട് കുത്തുമ്പോ ഒക്കെ കാലും കയ്യും ഒക്കെ ഈ നീര് വെച്ചിരിക്കുന്നതൊന്നും കിട്ടത്തേ ഇല്ല. ബ്ലഡ് ഗ്യാസ് എന്ന് പറയുമ്പോ ആർട്ടറിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് മറ്റ് സാധാരണ ബ്ലഡ് എടുക്കുന്ന പോലെയല്ല. അങ്ങനെ ഒത്തിരി 3, 4, 5 പ്രാവശ്യം എന്നെ കുത്തും. ഞാൻ തന്നെ പറയും, സിസ്റ്ററെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു ഇതുണ്ട്. ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കാമെന്ന്, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുത്തുമ്പോൾ കിട്ടും. അങ്ങനെ പല കാര്യം, ഈവൻ സെൻട്രൽ ലൈൻ ഇടാൻ ഡോക്ടറൊക്കെ ഒരുപാട് ഭാരപ്പെട്ടു. അപ്പൊ ഒക്കെ ഞാൻ പറയും ഞാൻ പ്രാർത്ഥിക്കും, 1 മിനിറ്റ് എനിക്ക് തരാൻ പറയും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഡോക്ടേഴ്സ് കുത്തുമ്പോ എനിക്ക് ലൈൻ കിട്ടും അവർക്ക്. അങ്ങനെയൊക്കെ ആയിരുന്നു.
അങ്ങനെ ICU കിടന്ന് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റെപ്പ് ഡൗൺ ICUയിലേക്ക് മാറ്റി. ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കാണാൻ വരുവാ. അപ്പൊ എൻ്റെ ഈ ദേഹം മുഴുവൻ നീരും ഈ അവസ്ഥയും കണ്ടിട്ട് ഈ ബ്ലഡ് പ്രഷറും മറ്റേ പൾസും അതെല്ലാം വൈറ്റൽ സയൻസ് ഇതെല്ലാം കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായി അധികം സമയമില്ല ഈ ലോകത്തിൽ. ഞങ്ങളുടെ കർത്തൃദാസനെ വിളിച്ച് ഇരിങ്ങാലക്കുടയിൽ ഞങ്ങളുടെ കർത്തൃദാസനെ, അപ്പൊ അവരൊക്കെ ഞങ്ങളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ ഈ ICU കയറ്റാത്ത കാരണം അങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് വന്നിട്ടും കാര്യമില്ല. ഈ എൻ്റെ കൂട്ടുകാരി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുവൈറ്റിൽ ഒരേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവള് വിളിച്ച് കർത്തൃദാസനോട് പറഞ്ഞു, ശാന്തയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, വളരെ സിക്കാണ്, വളരെ എനിക്കറിയില്ല ഈ ഇനി ഒരു ജീവിതം ഉണ്ടോന്ന്, ആ സ്റ്റേജ് വരെ ആയെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കർത്തൃദാസൻ ഞങ്ങളുടെ സഭയിൽ എല്ലാവരും കൂടി എനിക്ക് വേണ്ടിയിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ലോകത്തിന്റെ എവിടെയെല്ലാം ആൾക്കാര് ഞങ്ങളെ അറിയുന്നവരും അല്ലാത്തവരും അല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി വളരെ പേര് പ്രാർത്ഥിച്ചു. ദൈവം എന്നെ അതിന്റെ ഫലമായിട്ട് അനേകരുടെ പ്രാർത്ഥന, എൻ്റെ കഴിവൊന്നുമല്ല, എൻ്റെ സമയം തീർന്നിട്ടില്ല, കർത്താവിന് എന്നെ കൊണ്ട് വീണ്ടും പിന്നെ ആവശ്യമുള്ളത് കൊണ്ട് എന്നെ ദൈവം മരണത്തിന്റെ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നുപോയി, എങ്കിലും കർത്താവ് എന്നെ വിടുവിച്ചു. ഞാനൊരു 31 ദിവസം ആ ഹോസ്പിറ്റലിൽ കിടന്നു. ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്കും വീണ്ടും എനിക്ക് വൂണ്ട് ഇൻഫെക്ഷനായി ഒരു 9 ദിവസമോ 10 ദിവസം അങ്ങോട്ട് ICU കിടന്നിട്ട് എന്നെ റൂമിൽ ഷിഫ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഓക്സിജൻ ഇല്ലാതെ പറ്റത്തില്ല. എപ്പോഴും കണ്ടിന്യൂസ് ഓക്സിജൻ, പിന്നെ ടോയ്ലറ്റിലോട്ട് പോകാൻ എനിക്ക് ആദ്യ ദിവസങ്ങളിലൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഈ ഓക്സിജൻ ഇല്ലാതെ എനിക്ക് പറ്റുകയല്ല. എനിക്കുമ്പോ ഈ ഡോക്ടേഴ്സ് ഡ്രസ്സിങ്ങിനൊക്കെ വരുമ്പോഴത്തേക്കും ഇവര് എൻ്റെ ഈ വൂണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് ഇവർ ഈ ടിഷ്യൂ ഇങ്ങനെ കട്ട് എന്നോട് ഇങ്ങനെ എന്താ പറയണേ, നല്ല നല്ല രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് ഓരോ സ്റ്റോറി ഒക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ അത്ര പെയിനാ. അതുപോലെ ഈ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പെയിനാ. പക്ഷെ ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയാന്ന്. അപ്പൊ ഞാൻ ഇവരോട് ഞാൻ കർത്താവിനെ പറ്റി പറയും. ഇതെല്ലാം അധികവും തന്നെ ഹിന്ദു ഡോക്ടേഴ്സ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി, കർത്താവ് ആരാണെന്നും ഒക്കെ ഇവരോട് പറയും. ഇവരതുകൊണ്ട് ഈ ഡ്രസ്സിങ് ചെയ്യുമ്പോൾ എനിക്ക് പെയിൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. യേശുവിനെ പറ്റി ഞാൻ അതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് വലിയ സന്തോഷം. അപ്പൊ ഞാൻ പെയിനൊന്നും അങ്ങനെ അറിയില്ല. അങ്ങനെ വീണ്ടും വൂണ്ട് ഇൻഫെക്ഷനായി ഇവരെന്നെ വീണ്ടും തിയേറ്ററിൽ എടുത്തു, റീസൂച്ചറിങ് ചെയ്തു. ഈ ഡെത്ത് ടിഷ്യൂസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും എന്നെ റീസൂച്ചറിങ് ചെയ്ത് അനസ്തേഷ്യൊക്കെ തന്നിട്ടാ ചെയ്തത് കേട്ടോ. അങ്ങനെ വീണ്ടും അങ്ങനെ ഹോസ്പിറ്റലിൽ 31 ദിവസം ഞാൻ കിടന്നു. എന്നെ ഡിസ്ചാർജ് ചെയ്തു 31ാമത്തെ ദിവസം ഡിസ്ചാർജ് ചെയ്ത്. അപ്പോഴും ഈ ഡ്രെയിൻ രണ്ടും ഊരിയിട്ടില്ല. ഞങ്ങള് തിരുവല്ലയിൽ തന്നെ താമസിക്കണമെന്ന് പറഞ്ഞു. അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങള് പിന്നെ ഡോക്ടറിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു. ഈ ഒരാഴ്ചക്കുള്ളിൽ 2 ഡ്രെയിനും മാറ്റി ഞങ്ങള് പിന്നെ ഭവനത്തിൽ ഇരിങ്ങാലക്കുട വരാനിടയായി. മരണത്തിന്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയി. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ വളരെ എന്നെ ആശ്വസിപ്പിച്ച ഒരു വചനമാണ്, എൻ്റെ ദൈവത്താൽ ഞാൻ അകത്തെനിക്ക് ബോധമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ വചനം എന്നെ വളരെ ശക്തിപ്പെടുത്തി കൊടുക്കുന്നു. അതായത് എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, അവനാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേലും, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല യഹോവയുടെ ആത്മാവിനാൽ തന്നെ. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഇങ്ങനെയുള്ള വചനങ്ങളെല്ലാം എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ധൈര്യപ്പെടുത്തുക, എന്നെ വളരെ ധൈര്യപ്പെടുത്തുവാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഇതെല്ലാം പിന്നെ കാണുന്നവർ, എന്നെ കാണാൻ വരാത്തവര്, അയ്യോ ആ തിരുവല്ല ആ ഏരിയയിലെല്ലാം കുവൈറ്റിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ കുറേ പേര് ഞങ്ങൾ റിസൈൻ ചെയ്ത് ഏജ്ഡ് ആയിട്ട് ഞങ്ങളുടെ ടൈം കഴിഞ്ഞവര് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്ന കുറെ പേരുണ്ട്. അവരറിഞ്ഞവരും കേട്ടവരും എല്ലാം ഞങ്ങളെ കാണാൻ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. അപ്പൊ അനേകരുടെ പ്രാർത്ഥന. എന്തായാലും ദൈവം എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഭവനത്തിൽ മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കി. ഭവനത്തിൽ മടങ്ങി വന്നിട്ട് എനിക്ക് എഴുന്നേക്കാനൊന്നും വയ്യ, ആരുടെയെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ ആ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അപ്പോഴേക്കും എൻ്റെ മോള് കുവൈറ്റിൽ നിന്ന്, 2ാമത്തെ മോള് കുവൈറ്റിൽ നിന്ന് വന്നു.
അപ്പൊ മൂന്നാമത്തെ മോള് തിരികെ പോയി. കാരണം അവൾക്ക് കൊച്ചു കുഞ്ഞുണ്ട്, അവര് ചർച്ച് ശുശ്രൂഷയിലാണല്ലോ. അപ്പൊ അവര് തിരിച്ചുപോയി. ഈ രണ്ടാമത്തെ മോളും ഹസ്ബൻഡും ഇവരെന്നെ കെയർ എടുത്ത പോലെ എനിക്ക് ഇതുപോലെ എനിക്ക് പറയാൻ തന്നെ ഒരു ഒരു ഹസ്ബൻഡും എന്നെ അതുപോലെ ശുശ്രൂഷിച്ചു. ഞാനും എനിക്ക് ഈ അനങ്ങാൻ വയ്യ. അതുപോലെ റൂമിലാണെങ്കിലും, ഹോസ്പിറ്റൽ റൂമിലാണെങ്കിലും ഞാൻ വളരെ ക്ഷീണിതയാണ്. അന്നത്തെ എൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഇവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ആളാണോ ഇപ്പൊ എന്ന് പറയാം. അതുപോലെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോള് രാവും പകലും അവൾക്ക് ഉറക്കം പോലും ഇല്ല. ഞാനൊന്ന് അനങ്ങിയ അവൾ എഴുന്നേക്കും. രണ്ടുപേരും ഹസ്ബൻഡും അങ്ങനെ ഇവരെന്നെ നന്നായിട്ട് ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവർ കെയർ എടുത്ത് നോക്കി. അനേകരുടെ പ്രാർത്ഥനയും നല്ല ഡോക്ടേഴ്സും ഒക്കെ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ വന്നു. ഭവനത്തിൽ വന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ ഒന്നും പറ്റത്തില്ല. ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം. അതോ ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ 1ഉം 2ഉം പ്രാവശ്യം കുളിക്കുന്ന, ചില ദിവസങ്ങളിൽ 3 പ്രാവശ്യം കുളിക്കുന്ന ഞാൻ ഹോസ്പിറ്റലിൽ 22 ദിവസം കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. എന്നെ അവര് എന്നാ പറയണ സ്പഞ്ച് ബാത്തൊക്കെ തരും. അതല്ല ഞാൻ പറഞ്ഞത്, നമ്മള് ഒന്ന് കുളിക്കണ്ടേ. ഈ 22 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് കുളിച്ചത്. അയ്യോ, എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ ഭവനത്തിൽ വന്നിട്ടാണെങ്കിലും എനിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഹെൽപ്പ് വേണം, എഴുന്നേക്കണമെങ്കിൽ ഹെൽപ്പ് വേണം. നടക്കാൻ ജീവനില്ല, അത്ര കണ്ട് ഞാൻ ക്ഷീണിതയായിപ്പോയി. എന്തായാലും എൻ്റെ ഹസ്ബൻഡും ആ മകളും ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ശുശ്രൂഷ, പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങള്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്തൃദാസന്റെ പിന്നെ കർത്തൃദാസി, അവരുടെയൊക്കെ ശുശ്രൂഷ, അനേകരുടെ ശുശ്രൂഷയുടെ ഫലമായി ഒരു 5-8 മാസത്തോളം എനിക്ക് ഒരു ഡിപ്രഷൻ പോലായിരുന്നു. അപ്പൊ എൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹവും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിനും ഒക്കെ ഇച്ചിരി അല്പം മനപ്രയാസം അങ്ങനെയൊക്കെ ഇരുന്നു. അത് എന്തായാലും കൊള്ളാം. ആ വർഷം തന്നെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയില്ല. എൻ്റെ ഹസ്ബൻഡൊക്കെ ഇവർ ഉറങ്ങുമ്പോഴേ എനിക്ക് ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും പിന്നെ ആ വർഷം തന്നെ എൻ്റെ മകളുടെ വിവാഹം നടക്കുവാനിടയായി. അവള് പിന്നെ കുവൈറ്റിൽ നിന്ന്, പിന്നെ അപ്പൊ ആ സമയത്ത് കൊറോണയായി. ഇവൾക്ക് മടങ്ങി പോകാൻ, ഇവള് ഫെബ്രുവരി 6ന് പോകാനിരുന്ന ആ സമയത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയായി. മാർച്ച് 6ന് എല്ലാ ഫ്ലൈറ്റും ക്യാൻസലായി. അപ്പൊ അവൾ ഇവിടെയായി. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല. പിള്ളേർക്ക് വരണമെന്നുണ്ട്, അവധിക്ക് ആർക്കും വരാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും കൊള്ളാം, ആ മകളുടെ വിവാഹം ആ വർഷക്കാലം നടക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ഇപ്പൊ ആയിരിക്കുന്നു. അതിനുശേഷം 20 എൻ്റെ ഓപ്പറേഷൻ ഒക്കെ 21 വീണ്ടും ഒരു ഹ്യൂജ് ഹെർണിയ എനിക്കുണ്ടായി. അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി ആ ഹെർണിയയും ഓപ്പറേഷൻ ചെയ്തു. ഇപ്പൊ ആരോഗ്യമായിട്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. ഞാൻ എല്ലാ ജോലിയും ചെയ്യും, വീട്ടിലെല്ലാ ജോലിയും ചെയ്യും. കർത്താവ് എനിക്ക് ആരോഗ്യം തന്നു അങ്ങനെ ഭവനത്തിലായിരിക്കുന്നു. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനാണ്. ഞാൻ ഈ സ്നാനപ്പെട്ട സമയത്ത് എനിക്ക് അലർജിയുടെ ഭയങ്കര അസുഖം ഉണ്ടായിരുന്നു. തുമ്മൽ വന്നിട്ട് എനിക്ക് ആസ്മ പോലെ വരുമായിരുന്നു. ഈ സ്നാനപ്പെട്ട് കുറെ നാളത്തേക്ക് ഞാൻ ഇത് മറന്നേ പോയി. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, എൻ്റെ ഈ തുമ്മലും അലർജിയും ഒക്കെ എവിടെ പോയിന്ന്. കർത്താവ് എന്നെ അന്നേ സൗഖ്യമാക്കി. പിന്നെ ഒരു വിഷയം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഒരു വിഷയം പറയുകയാണെങ്കിൽ, എൻ്റെ സിസ്റ്ററിലോ, എൻ്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ 2002 ഞങ്ങൾ ലീവിന് വരുമ്പോ അവർക്ക് ക്യാൻസർ ലിവറായിരുന്നു. അവര് വളരെ ക്ഷീണിച്ച് സ്കിൻ ആൻഡ് ബോൺ ആയിട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ, ലിവർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് രക്ഷപ്പെടാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സഹോദരിയെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭാരമായി. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന വെച്ചു. അവര് ഞങ്ങളോടൊപ്പം വന്ന് താമസിച്ചു. ഉപവാസ പ്രാർത്ഥന ഒരു 7 ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ മൂത്ത മകളും കൂടെ ഫുൾ ഫാസ്റ്റിംഗ് എടുത്ത് 7 ദിവസം ഞങ്ങൾ ഉപവസിക്കുക. അങ്ങനെ അവിടെ മീറ്റിംഗ്. അപ്പൊ ഈ സഹോദരി പറഞ്ഞു, എന്നെ വിടുവിച്ചാൽ ഏത് ദൈവമാണെങ്കിലും ഞാൻ ആ ദൈവത്തെ ആരാധിക്കുമെന്ന്. അങ്ങനെ ഈ സഹോദരിക്ക് ദൈവം വിടുതൽ കൊടുത്തു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ക്യാൻസർ ലിവർ സൗഖ്യമായി. എൻ്റെ നേഴ്സിംഗ് ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ സഹോദരി ഈ
എത്ര വർഷമായി, 2002, ഇന്നും ജീവിച്ചിരിക്കുക. ഇന്നിപ്പോ സിയാറ്റിനില് മകളുടെ അടുത്ത് വിസിറ്റിങ്ങിന് പോയിരിക്കുക. ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. അന്ന് ദൈവം വിടുവിച്ചു. അതിനുശേഷം അവര് തിരിച്ചുപോയി. അതൊക്കെ വേറെ കാര്യം. അവര് അന്ന് പറഞ്ഞു ഞാൻ ഈ ദൈവത്തെ ആരാധിച്ചോളാന്ന്. അതൊന്നും ചെയ്തില്ല. അവര് ഹിന്ദു ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നു. പക്ഷെ കർത്താവ് വിടുവിച്ചതാണ്. അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ കടന്നു വന്ന് ഞങ്ങളാണെങ്കിൽ എവിടെ ഒരു കടയിൽ ഞാൻ പോവുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലോർക്കും, കർത്താവേ അവിടെ അവരോടൊന്ന് ഒരു വാക്ക് സുവിശേഷം യേശുവിനെ പറ്റി പറയാൻ എനിക്കൊരു അവസരം തരണേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കടയിൽ ഒരു സാധനം എടുക്കാൻ പോയി ഏതെങ്കിലും ഒരു പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും എന്തെങ്കിലും എന്നോട് പറയും. അതിനോട് കൂടെ അവരോട് സുവിശേഷം പറയാൻ ഒരു ചാൻസ് ദൈവം എനിക്ക് തരും. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ഓട്ടോറിക്ഷയിൽ കയറി ഞങ്ങൾ പറയും. ട്രെയിനിൽ ഞങ്ങൾ ചെറിയ ഡിസ്റ്റൻസ് തിരുവല്ലയ്ക്കൊക്കെ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. ആ ട്രെയിനിൽ പോകുന്ന ട്രാക്റ്റുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ട്രാക്റ്റ് കൊടുക്കും, സുവിശേഷം പറയും. ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ചർച്ചായിട്ടും ഞങ്ങളും തന്നെയായിട്ടും ഞങ്ങൾ പിന്നെ ട്രാക്റ്റ് കൊടുക്കാനും സുവിശേഷം പറയാനും ഭവനങ്ങളിലും ഒക്കെ കടന്നു പോകും. ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ കടന്നു പോകും. അനേകരോട് സുവിശേഷം പറയാൻ ദൈവം പിന്നെ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഈ മലയാളം പാട്ടുകാരില്ലേ, അവര് ഈ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ പാടുമല്ലോ. ഞാൻ അവർക്കൊക്കെ അവരുടെ അതിനകത്ത് കമന്റ് ഇടും. നിങ്ങൾ ഈ പാടുന്ന പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് വെച്ച് ദൈവം നിങ്ങളെ ന്യായം വിധിക്ക്. യേശു കർത്താവാട്ടോ ഏക രക്ഷിതാവ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്കും അവർക്ക് തന്നെയല്ല, അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന അവർക്കൊക്കെ ഞാൻ കമന്റ് ഇടും. കമന്റ് ഇടുന്ന ഇതാ, യേശുവാ ഏക രക്ഷിതാവ്. ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം, സത്യത്തിലേക്ക് വരണം. ഇങ്ങനെ അർത്ഥമറിയാതെ നിങ്ങൾ പാടിയാ പോരാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് കമന്റ് ഇടും. പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഈ ഏരിയയിലെല്ലാം ഞങ്ങൾ പോയി പല ഭവനങ്ങളിൽ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഭവനങ്ങളിൽ ഈ അപ്പുറത്തും ഇപ്പുറത്തും റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഭവനങ്ങളെ കൈ ചൂണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നിട്ട് ആ ഭവനങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് കൈ ചൂണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ജോലികളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ ശിഷ്ടായുസ് മുഴുവൻ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളെ വിടുവിച്ചവനായ ഒരു ദൈവം, ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ട്, ഈ കർത്താവായ യേശു ക്രിസ്തു മാത്രമെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എവിടെ ഇതിന്റെ മേളങ്ങാനും കയറി ഇന്ന് വിളിച്ചു പറയാം ലോകത്തോട്, കർത്താവായ യേശുവല്ലാതെ ഒരു ദൈവമില്ലെന്ന്, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് വിളിച്ചു പറയുവാനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ കർത്താവേ എന്നും പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ. ഇങ്ങനെ ഒരു അവസരം തന്നതിന് വീണ്ടും നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവസന്നിധി തീരുമാനമെടുത്ത മക്കളാണ്. മക്കളെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ മോള് ഡാലസിലുള്ള മോള്, അവൾ ഒരു അമേരിക്കൻ ചർച്ചിലാണ് പോകുന്നത്. ഫസ്റ്റ് അറ്റ് ഫയർ വീലോ അങ്ങനെ ഗാർലാൻഡിൽ ഒരു ചർച്ചിലാ എൻ്റെ മോൾ അവിടെ പാടുന്നുണ്ട്. അതുപോലെ പിള്ളേരെല്ലാം പാടുന്ന കുഞ്ഞുങ്ങൾ നല്ലതായിട്ട് പാടുന്ന, ഇവർ പഠിക്കുന്ന കാലത്തെ അതത് ചർച്ചിലോ അവര് ആയിരിക്കുന്ന ചർച്ചിലൊക്കെ കുഞ്ഞുങ്ങള് സ്ക്വയർ ലീഡ് ചെയ്യുമായിരുന്നു. മൂന്നാമത്തെ മോള് ഈയിടെ 2 പാട്ട് എഴുതി, അവള് തന്നെ അത് പാടി. സൗമ്യ സി നായർ അടിച്ചു നോക്കിയാല് പിന്നെ ആ പാട്ട് കിട്ടും യൂട്യൂബില്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന്. ഞങ്ങളുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ വിവാഹത്തിന് ആങ്ങളമാർ വീട്ടിൽ ഭയങ്കര എതിരെന്ന് പറഞ്ഞാൽ ഒരു ചേട്ടനും ഒരു ചേച്ചി തന്നെ, ഒരു ബ്രദറും എൻ്റെ സഹോദരി, നേരെ മൂത്ത സഹോദരിയും വീട്ടിൽ കയറ്റത്തില്ല. ആ സഹോദരിയുടെ ഒരു മോളെ കുവൈറ്റിൽ ഞങ്ങൾ കൊണ്ടായിരുന്നു. അവളും ദൈവത്തെ അറിയുവാനിടയായി, ജിജി. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ കയറ്റത് എത്രയോ വർഷമായെന്നറിയാം. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് 30 വർഷമായി. ഇപ്പൊ സഹോദരങ്ങളെല്ലാം ഞങ്ങൾക്കെതിരാ. അവരുടെ വിവാഹത്തിനൊന്നും ഞങ്ങളെ വിളിക്കുകയില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു സഹോദരന്റെ അല്പമൊക്കെ ആയിട്ട് സംസാരിക്കാവുന്ന മകന്റെ വിവാഹത്തിന് ഞങ്ങൾ പോയി. പല വിവാഹത്തിനും ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് പേര് 10,000 1500 പേരൊക്കെയാ.
ഈ വിവാഹത്തിന് എൻ്റെ ബ്രദറിന്റെ മോന്റെ വിവാഹത്തിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 1500 പേരുണ്ടായിരുന്നു പറഞ്ഞു. ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞങ്ങൾ ഓർക്കുവാണ്, ഞങ്ങൾ നോക്കുക, ഒരു ദൈവ പൈതലിനെ ഒന്ന് കാണാൻ ആരുമില്ല. അപ്പൊ ഞാൻ ഓർക്കുക, ദൈവം നമ്മളെ ഇത്രയധികം സ്നേഹിക്കുവാൻ, എന്നെ എൻ്റെ കുടുംബത്തെ ഇത്രയധികം സ്നേഹിക്കുവാൻ, എന്നിൽ എന്ന് നന്മയുണ്ട്, ഒന്നുമില്ല. പാപികളിൽ, ഞാൻ എപ്പോഴും പറയും, പൗലോസ് പറഞ്ഞ പോലെ പാപികളിൽ പ്രധാനിയാ, അതുപോലെ പാപികളിൽ പ്രധാനിയായിരുന്നു എന്നെ വിളിച്ച് വേർതിരിക്കാൻ കുടുംബത്തിൽ ആദ്യ ഫലമായിട്ട് എന്നെ കർത്താവ് തെരഞ്ഞെടുക്കുക. എന്നിൽ ഒരു നന്മയുമില്ല. ഞാൻ എപ്പോഴും കർത്താവിനോട് എങ്ങനെയാ നന്ദി പറയേണ്ടത്? എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുക. എന്നെ തന്നെയല്ല, എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറോടെ നിൽക്കുന്നു. ഞങ്ങളാലാകുന്ന വിധം മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകരെ കൃപയിലേക്ക് നടത്തുവാൻ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്ന വീട്ടുകാരുടെ എതിർപ്പ് ഭയങ്കരമാണ്. സാരമില്ല, അതൊന്നും അവർക്ക് ഈ സത്യം അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 30 വർഷമായിട്ട് ഇതേവരെ ആ സഹോദരിയുടെ ഒരു മകളല്ലാതെ ആരും വിശ്വാസത്തിൽ കടന്നു. അവളെ വീട്ടിൽ കയറ്റില്ല, എന്നെ വീട്ടിൽ കയറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക്. അതൊന്നും ഒരു വിഷയമല്ല, അവർക്ക് ഈ സത്യം അറിയാത്തത് കൊണ്ടല്ലേ. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെയും കൃപയിലേക്ക് ദൈവം നടത്തുവാൻ, കർത്താവിന്റെ വരവിന് മുന്നേ കഴിഞ്ഞ ഈ 2023 3 പ്രാവശ്യം ഞാൻ ദൈവശബ്ദം കേട്ടു. ഇതാ ഞാൻ വേഗം വരുന്നു. ഒരിക്കൽ ഞാൻ ഉറങ്ങുമായിരുന്നു, രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ കേട്ടു, ഇതാ ഞാൻ വേഗം വരുന്നുവെന്ന്. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്, അയ്യോ ഞാൻ ഇങ്ങനെ രാത്രി സ്വപ്നം കണ്ടെന്ന്. അത് കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദിവസം ഞാൻ ഈ രാവിലെ ഏർലി മോർണിംഗ് ഞാൻ എഴുന്നേറ്റിങ്ങനെ കട്ടിലേക്ക് ഇരിക്കുന്നതിന് മുന്നേ ഞാൻ കേൾക്കുക, ഇതാ ഞാൻ വേഗം വരുന്നെന്ന്. അയ്യോ എനിക്ക് പേടിയായി. അതിനുശേഷം ഒരു പ്രാവശ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വൈകുന്നേര സമയത്ത് ഫാമിലി പ്രയറിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന്, എനിക്കറിയത്തില്ല ഇങ്ങനെയും ദൈവശബ്ദം കേൾക്കും, എൻ്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്നിങ്ങ് വന്നിട്ട് പറയാ, ഇതാ ഞാൻ വേഗം വരുന്ന. അല്പം ഉച്ചത്തില് ഞാൻ 3 പ്രാവശ്യം ഈ 23 ദൈവശബ്ദം കേൾക്കുവാനിടയായി. അപ്പൊ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്താണെന്ന്, നമ്മുടെ ഈ തലമുറയിൽ തന്നെ കർത്താവ് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം. ഇങ്ങനെ എനിക്കൊരു അവസരം തന്നതിന് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ സ്നാനപ്പെടാനൊക്കെ, ഇത് സ്നാനം സത്യമാണെന്ന് അറിഞ്ഞിട്ട് മടിച്ചു നിൽക്കുന്ന അനേകരുണ്ട്. എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ചെറുപ്പത്തില് എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ ക്രിസ്ത്യാനിയല്ലേ, ഈ യേശുവിനെ നീ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന്. അപ്പൊ അവള് പറയാ, ശാന്ത എനിക്ക് പോലും അറിയത്തില്ല യേശു ദൈവമാണെന്ന്, പിന്നെ ഞാൻ നിനക്ക് എങ്ങനെ പറഞ്ഞുതരും? അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുന്നു. ഒന്നും അറിയാൻ വയ്യാത്ത അനേകരുണ്ട്. അവരുടെ ഇടയിൽ ഇത് കേട്ടിട്ട് സത്യമാണെന്ന് അറിഞ്ഞവർ കുറെ പേരുണ്ട്. എന്നിട്ടും മടിച്ചു നിൽക്കുക സ്നാനപ്പെടാൻ, അവരുടെ സമുദായം വിട്ടുപോരാൻ മടിച്ചു നിൽക്കുന്ന അവരോട് ഞാൻ പറയുക, ദൈവം ഒറ്റ പ്രാവശ്യം സ്നാനപ്പെടാൻ പറഞ്ഞു, 1000 പ്രാവശ്യം സ്നാനപ്പെടാൻ പറഞ്ഞു ഞാൻ സ്നാനപ്പെടും. കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണമെങ്കിലും റെഡിയാണ്. നിങ്ങൾ മടിക്കരുത്, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ രക്ഷയുടെ അവസ്ഥയെ വരണം, നിങ്ങൾ സ്നാനപ്പെടണം. ആരെങ്കിലും എന്നെ കേട്ടിട്ട് മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അതിനായി ദൈവം അവരെ ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇതിന്റെ പിന്നിലുള്ള എല്ലാവരെയും എനിക്കറിയില്ല, കർത്തൃദാസന്മാരൊക്കെയാണ്. എല്ലാ കർത്തൃദാസന്മാരെയും ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. കരുണയും ദീർഘക്ഷമയും മഹാദയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണപ്പാ, സ്തുതിക്കുകയാണ്. ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. അടിയനെ ഇങ്ങനെ ഡാലസ് പ്രയർ ലൈനിലൂടെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ കർത്തൃദാസന്മാർക്കും, പ്രത്യേകിച്ച് സിസ്റ്റർ സന്ധ്യയും ഹല്ലേലൂയ അവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ,
ഈ ശുശ്രൂഷ നിമിത്തം അനേകർ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. ആരെങ്കിലും കർത്താവെ ഈ വചനം ഒക്കെ കേട്ടിട്ടും അറിഞ്ഞിട്ട് ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ടും മടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ കർത്താവെ ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ വലിയ മാനസാന്തരത്തിലേക്ക് നടത്തണമേ അപ്പാ. ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ, യേശു ക്രിസ്തു നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേകർക്ക് ഈ സാക്ഷ്യം കർത്താവെ ഒരു പ്രചോദനമായി തീരട്ടെ അപ്പാ. അനേകർ കർത്താവിനെ അറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അവസരം തന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ ശുശ്രൂഷ മുഖാന്തരം കർത്താവെ അനേകർ കൃപയിലേക്ക് കടന്നു വരട്ടെ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അപ്പാ, ചില ആത്മാക്കളെ ദൈവസന്നിധി കാഴ്ചവെക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ദൈവത്തിന് മാത്രം അങ്ങയുടെ കരങ്ങളിലപ്പാ. ഇത്രത്തോളം ഭാഗ്യപദവി ഞങ്ങൾക്കായി തന്നതിനായി സ്തോത്രം കർത്താവേ. ബലമുള്ള കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തുകയാണപ്പാ. ഈ ശുശ്രൂഷകളെല്ലാം വീണ്ടും അല്ലേലും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അടിയനും ഇങ്ങനെ ഒരു അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ക്രമേണ്ടായി കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.